ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അലീന വീട് വിട്ടു പോവാത്തതിനെ തുടർന്ന് വൈജ രാജീവനെ വിളിക്കുകയാണ് കേട്ടോ. ആ സമയം രാജീവനും മനുവൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞ രാജീവൻ പറയും, നാളെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുമ്പോൾ മനു പറയും, കൊച്ചച്ച ഞാനൊന്ന് പോയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാം എന്ന് പറയുമ്പോൾ രാജീവൻ പറയും, അലീന നീ പറഞ്ഞാൽ കേൾക്കില്ല മനു, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതാണ് എൻ്റെ വിശ്വാസം, പക്ഷെ അങ്കിള് സമ്മതിക്കത്തില്ല. നീ പറഞ്ഞിട്ടും ആ കുട്ടി കേട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും, പിന്നെ കൊച്ചച്ഛന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയാനിട്ട് മനു. അങ്ങനെ കടപ്പാട്ടൂരെത്തുന്ന മനു ആദ്യം മുത്തശ്ശിയുടെ റൂമിലേക്കാണ് പോകുന്നത്. വൈജയുടെയും ബാലേന്ദ്രന്റെയും കുടുംബജീവിതം തകരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നത്, വൈജ പറഞ്ഞിട്ടും ഇവിടെ നിന്ന് ഇറങ്ങി പോവാത്ത ഒരു വേലക്കാരിയെ എന്തിനാ നമുക്ക് ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത് എന്നാട്ടോ ചോദിക്കുന്നത്. അപ്പോൾ മനു ആകെ ഷോക്കായി പോവാണ്. അതിനുശേഷം മക്കളോട് ചോദിക്കുന്ന നേരത്ത് ബബി പറയും, ഞങ്ങൾ മൂന്നും അമ്മയുടെ സൈഡാ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ മനു ചോദിക്കും, അപ്പോൾ അച്ഛൻ തോറ്റോട്ടെ എന്നല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ രോഹിത് പറയും, അതിന് അമ്മ അച്ഛനോടല്ലല്ലോ തോൽക്കുന്നത്, അവളോടല്ലേ എന്നുള്ള കാര്യം. പിന്നീട് നമ്മുടെ വൈജയന്തിയോട് സംസാരിക്കുകയാണ് മനു. അപ്പോൾ മനുവിനോട് കർശനായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ബാലേന്ദ്രൻ തീരുമാനിച്ചത് ഇത്രത്തോളം എത്തി, ഇനി ഞാൻ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, ഇവിടെയെങ്കിലും എനിക്ക് ജയിക്കണം മനു എന്ന് പറയണേ. അപ്പോൾ ഇങ്ങനെ വാശി കാണിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മനു പറയും, ആണുങ്ങളോട് ഇത്രയ്ക്ക് വാശി കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജ പറയുന്നത്, അപ്പോൾ വൈജ പറയുന്നുണ്ട്, എങ്ങനെ നോക്കിയാലും ബാലേന്ദ്രൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ അങ്ങ് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ മനു പറയും, കല്യാണം കഴിച്ചിട്ടേ ഞാൻ ഇവിടെ നിൽക്കാനല്ലല്ലോ പോകുന്നത്, എനിക്ക് കൊല്ലപ്പള്ളിയിലെ ഒരു വീടുണ്ട്, ഞാൻ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറയണേ. അതിനുശേഷം നേരെ പോകുന്നത് ബാലേന്ദ്രന്റെ അടുത്തേക്കായിരിക്കും. അപ്പോൾ ബാലേന്ദ്രനോട് ഇങ്ങനെ അലീനയെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒരു വഴക്കിന്റെ ആവശ്യമുണ്ടോ, അവളെ അങ്ങ് ഇറക്കി വിട്ടൂടാൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബാലേന്ദ്രൻ പറയും, നീ എന്നോട് ന്യായം വെക്കാനായിട്ടില്ല മനു, ഞാനൊരു 50 തവണ എന്നും ആലോചിക്കാറുണ്ട്, ആത്മഹത്യയാണോ കൊലപാതകമാണോ നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനു വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, അലീനെ അങ്ങ് ഇറക്കി വിട്ടൂടെ എന്നുള്ള കാര്യം. ഈ ബാലേന്ദ്രനെ ഒറ്റ വാക്കേ ഉള്ളൂ, നോ എന്നാണ് എന്ന് പറയണേ. ശേഷം നമ്മുടെ ബാലേന്ദ്രന്റെ വാക്കൊന്നും കേൾക്കാതെ അമ്മയും 3 മക്കളും കൂടി അലീനയെ പിടിച്ച് പുറത്തേക്ക് തള്ളുവാണ് കേട്ടോ, നാട്ടുകാരുടെ മുന്നിലോട്ട്. അന്നാണെങ്കിൽ മഴ പെയ്യുന്നുണ്ട്, അവിടെ തന്നെ നിന്ന് കൊള്ളുകയാണ് കേട്ടോ മഴ. അലീന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.